ആലുവ സബ് ഡിവിഷനിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർക്ക് ക്ലാസ് നൽകി പോലീസ്. ആലുവ റൂറൽ പോലീസ് ആസ്ഥാനത്ത് നടന്ന സ്കൂൾ ബസ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ആലുവ റൂറൽ പോലീസ് SP KS സുദർശൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ബസ്സുകളുടെ പെർമിറ്റ്, ഫിറ്റ്നസ്, അനുബന്ധ രേഖകൾ എന്നിവ കർശനമായി പരിശോധിക്കുമെന്ന് SP KS സുദർശൻ വ്യക്തമാക്കി. മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ യാതൊരു സാഹചര്യത്തിലും സ്കൂൾ ബസ് ഓടിക്കാൻ അനുവദിക്കരുതെന്നും SP നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾ മുഴുവൻ ബസ്സിൽ കയറിയെന്ന് ഉറപ്പാക്കിയ ശേഷമേ വാഹനം മുന്നോട്ടെടുക്കാവൂ എന്നും എല്ലാവരും സുരക്ഷിതമായി ഇറങ്ങിയെന്ന് ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. അമിതവേഗവും അശ്രദ്ധേയവുമായ ഡ്രൈവിംഗിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും SP മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കും ഓട്ടോറിക്ഷകളിൽ കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതിനുമെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളിലെ ഡോറുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സ്കൂൾ പരിസരങ്ങളിൽ പുകയിലയും ലഹരി ഉൽപ്പന്നങ്ങളും വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിൽ അധ്യാപകരും മാനേജ്മെന്റും രക്ഷിതാക്കളും നാട്ടുകാരും ജാഗ്രത പുലർത്തണമെന്നും സംശയാസ്പദമായ കാര്യങ്ങൾ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിലും സോഷ്യൽ മീഡിയ ബന്ധങ്ങളിലും രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് SP നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളിൽ അസാധാരണമായ വൈകാരിക മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെ ഗൗരവമായി കാണണമെന്നും ക്ലാസ്സിൽ എത്താതിരിക്കുന്ന കുട്ടികളെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപകരുടെ ശ്രദ്ധ സ്കൂളിന് പുറത്തേക്കും ഉണ്ടാകണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ആലുവ DYSP N ബാബുക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ചെങ്ങമനാട് ഇൻസ്പെക്ടർ NV ഷൈജു, ആലുവ സബ് ഇൻസ്പെക്ടർ വന്ദന കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം റൂറൽ മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 250ഓളം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.